മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ചേലക്കര മണ്ഡലത്തിലും മികച്ച പോളിംഗ്. ചില ബൂത്തുകളിൽ വോട്ടിങ്ങിന് വേഗത കുറഞ്ഞതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നത് ശ്രദ്ധേയമായപ്പോൾ കല്യാണപ്പന്തലിൽ നിന്നും നവവധു വോട്ട് ചെയ്യാൻ എത്തിയത് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ കൗതുക കാഴ്ചയായി. വാശിയേറിയ പോരാട്ടമാണ് മണ്ഡലത്തിൽ ഇത്തവണ നടന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചു. ചില ബൂത്തുകളിൽ വേഗത കുറഞ്ഞെങ്കിലും പിന്നീട് അത് പരിഹരിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ രാവിലെ നേരത്തെ തന്നെ വിവിധ ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കനത്ത വെയിലിനെ വകവയ്ക്കാതെ തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളത്തോടൊപ്പം ചേർന്നു നിന്നു ചേലക്കരയും. കല്യാണപ്പന്തലിൽ നിന്നും മണവാട്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ദിവസത്തെ കൗതുക കാഴ്ചയായി. പഴയന്നൂർ സ്വദേശിനിയായ അൻസിലയാണ് നവവധുവിന്റെ വേഷത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തിയത്. പല ബൂത്തുകളിലും 6 മണിക്ക് ശേഷവും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. തോന്നൂർക്കര AUP സ്കൂളിലെ 94-ാം ബൂത്തിൽ വോട്ടിംഗ് പ്രക്രിയയുടെ മന്ദഗതി കാരണം വോട്ടർമാരുടെ നീണ്ട നിര 6 മണിക്ക് ശേഷവും ഉണ്ടായിരുന്നു. പിന്നീട് ടോക്കൺ നൽകുകയും 7:20 പോളിംഗ് അവസാനിപ്പിക്കുകയുമായിരുന്നു. വോട്ടിംഗ് ശതമാനത്തിൽ വന്ന വർധനവ് മുതൽക്കൂട്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ മുന്നണികൾ. വോട്ട് വർധനവ് ആർക്ക് സഹായകരമായി എന്ന് മനസ്സിലാക്കാൻ മെയ് 4-ലെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരണം. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?